കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന നൂഡിൽസ് ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. DR കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ വെള്ളം ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. 2 പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് നൂഡിൽസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഊറ്റി മാറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം വെച്ചിരിക്കുന്നത്. അതിലിട്ട് നമുക്ക് നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നൂഡിൽസ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വെള്ളം മാറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 4 ചെറിയ വെളുത്തുള്ളിയാണ്, അത് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാളയാണ്, അത് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, അധികം വഴന്ന് പോകേണ്ട ആവശ്യമില്ല. ഇത് ഒരു വളരെ ചെറിയ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ്, അത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. ക്യാരറ്റും നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ചെറിയ ക്രഞ്ചിനെസ് വേണം ക്യാരറ്റിന്, അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ അല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളകോ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് സോസുകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം മാറ്റി വെച്ചിരുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കണം. അതിന് മുൻപായി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിനി ഇൻസ്റ്റൻറ്റ് നൂഡിൽസിൻ്റെ മസാല കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ഇതൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തതാണ്, നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിവിടെ 2 പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ 1 പാക്കറ്റ് മസാല മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നൂഡിൽസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ദോശക്കല്ലിൽ അല്പം വെള്ളം ഒഴിച്ച് നമ്മുടെ ചൂടെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം. ദോശമാവിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് സാധാരണ ദോശ ചുടുന്ന രീതിയിൽ ദോശ ചുട്ടെടുക്കാം. നല്ല ക്രിസ്പിയായ ദോശ കിട്ടുന്നതിനായിട്ട് നിങ്ങൾ ആ ലിങ്ക് ഒന്ന് കണ്ടു നോക്കൂ. ഇനി ഇതിന് മുകളിലായിട്ട് എണ്ണയോ നെയ്യോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ദോശ മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഫില്ലിങ് എത്രത്തോളം വേണമോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ദോശ നമുക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്